ജോസ് മാവേലി, പൊതുപ്രവർത്തനം നമുക്കൊപ്പം. ശ്രീ ജോസ് മാവേലി, ഞെട്ടിക്കുന്ന കണക്കുകളാണ് നേരത്തെ ആദ്യം ഞാൻ അവതരിപ്പിച്ചത്. നോക്കൂ, ഈ കഴിഞ്ഞ വർഷം 2024 3 ലക്ഷത്തിലധികം പേർക്ക് കടിയേറ്റു, 2023 3 ലക്ഷത്തിലധികം പേർക്ക് കടിയേറ്റു, 2021 22 2 ലക്ഷത്തിന് മുകളിലാണ്, അതിനു മുൻപ് 1.5 ലക്ഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്രമമായി ഭീതിയുടെ കണക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? ഇവിടെ ഇന്നൊരു വലിയ സന്തോഷ വാർത്ത. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ലൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ തെരുവ് പട്ടികളെ മുഴുവനും ഷെൽട്ടറാക്കാനായിട്ട്, അതും നിസ്സാര സമയം കൊണ്ട് 8 ആഴ്ച കൊണ്ട് മുഴുവൻ പട്ടികളെയും തെരുവിൽ നിന്ന് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഷെൽട്ടറാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു വിധിയാണത്. ഈ വിധിനെ ആദ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും 99% ജനങ്ങളും, ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാതൃഭൂമി ചാനലിൽ ഈ വിഷയം, ഈ ജനരക്ഷയ്ക്കായുള്ള ഈ വിഷയം ഏറ്റെടുത്തതിന് അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു അപേക്ഷ, അല്ലെങ്കിൽ ഇത് എത്രാമത്തെ തവണയാണ് ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുന്നത്? കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ എത്രയെത്ര പരമ്പരകൾ ചെയ്തു. ABC കേന്ദ്രങ്ങൾ ഇപ്പോൾ ചവറുകൂനയായി കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു, ഈ കണക്കുകൾ എത്തിച്ചു. പക്ഷേ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. അങ്ങ് പറഞ്ഞ പോലെ ഇന്നലെ സുപ്രീം കോടതിയുടെ വളരെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായി. അത്തരമൊരു ഇടപെടലിലൂടെ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാര മാർഗമെങ്കിലും ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും മാതൃഭൂമി ചാനലിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെപ്പോലുള്ള എല്ലാ ചാനലും ഒരുമിച്ച് നിൽക്കണം. മനോരമ ചാനലും ബാക്കി എല്ലാ ചാനലും ഒരുമിച്ച് കട്ടയ്ക്ക് നിന്നുകൊണ്ട് ഇതിന് പരിഹാരം കാണണം. ജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നതാണ്. കേരള ജനങ്ങളെല്ലാവർക്കും ഒരഭിപ്രായമുള്ളത്. 99.9% ജനങ്ങൾക്കും ഒരഭിപ്രായമുള്ളത്. തെരുവ് പട്ടികളെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റണം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തെരുവ് പട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി നല്ലൊരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ തെരുവ് പട്ടികളെ ഷെൽട്ടറാക്കാനായിട്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിച്ചു നിൽക്കുന്നത്? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് മൗനം വെടിയാത്തത്? ഇതിനകത്തൊക്കെ ഒരു അജണ്ടയുണ്ടെന്നാണ് എനിക്ക് സംശയം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ ഞാൻ കുറ്റം പറയുകയാണ്. അവരാരും മിണ്ടുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ മെയിൻ ആൾക്കാർ, അവരും മിണ്ടുന്നില്ല. SFI, DYFI, KSU, യൂത്ത് കോൺഗ്രസ്, അതായത് യൂത്ത് വിപ്ലവ പാർട്ടികൾ ആരും അനങ്ങുന്നില്ല. അപ്പോൾ ഇവർക്ക് സമരങ്ങൾ വേണ്ട, അനാവശ്യ സമരം ചെയ്യുന്നുണ്ട്. ഏറ്റവും ജനങ്ങളുടെ രക്ഷയ്ക്കുള്ള സമരം ചെയ്യുന്നില്ല. കഴിഞ്ഞ ഒരു മാസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 3 മാലാ കൊച്ചുമക്കള് തെരുവ് പട്ടി കടിച്ച് കീറി, അതിനുശേഷം പേ വിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ട് അത് 3 പേ പിടിച്ച്, ആ 3 മാലാ കൊച്ചുങ്ങൾ പേ പിടിച്ച് മരിച്ചിരിക്കുകയാണ്. എന്തൊരു സങ്കടം! ഇതൊക്കെ കണ്ണു തുറക്കുന്നത്. എന്നിട്ട് ഇവരാരും മിണ്ടുന്നില്ല. അതാണ് ഏറ്റവും കഷ്ടം. ഈ ഭയം ഇരട്ടിക്കുന്ന കുട്ടികൾ മരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇപ്പോൾ വിഷബാധ ഉണ്ടായി, അതിൽ ചികിത്സ എടുത്തിട്ടും വാക്സിൻ എടുത്തിട്ടും മരണം സംഭവിക്കുന്നു. അപ്പോൾ നമുക്കങ്ങനെ ഒരു ചെറിയ പ്രശ്നമായി ഇതിനെ കാണാൻ കഴിയില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കണോ, അതോ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ ഇടപെടുമോ? അതല്ല ഈ പരിസ്ഥിതി സ്നേഹം എന്ന് പറയുന്നത് പോലെ, മൃഗസ്നേഹം എന്ന് പറയുന്നത് പോലെ ഇതിന്റെ അതിരുകൾ വേർതിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ടോ നമ്മുടെ സംവിധാനങ്ങൾക്കും സംഘടനകൾക്കും? അല്ല, ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹി മോഡലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. മുഖ്യമന്ത്രിക്ക് ഒന്ന് ചെയ്യാം. ഒന്ന്, ഡൽഹി മോഡൽ കേരളത്തിൽ ആക്കി തരാൻ പറഞ്ഞൊരു ഓർഡർ മേടിക്കാം. 1. 2, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവർക്ക് അധികാരം കൈമാറണം എത്രയും പെട്ടെന്ന്. നിങ്ങൾ തെരുവ് പട്ടികളെ മുഴുവൻ ഷെൽട്ടറാക്കുക, ഡൽഹി മോഡലാക്കുക എന്നൊരു പ്രസ്താവന ഇറക്കിയാൽ മതി. വളരെ പെട്ടെന്ന് കാര്യം നടക്കും. ഇവിടെ ഇവർ 2 കൂട്ടരും, അതായത് LDF-ഉം UDF-ഉം ഒരു അജണ്ട വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിത് ബാധിക്കുന്നില്ല. തെരുവ് പട്ടികൾ കടിച്ചു കഴിഞ്ഞാൽ ഉടനെ മേനകാ ഗാന്ധിയെയാണ് എല്ലാവരും ശപിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ മേനകാ ഗാന്ധിനെ ഒരാൾ ശപിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കളൊക്കെ കടി കൊണ്ട് ചാവണോ? എന്തൊരു കഷ്ടമാണ്. അപ്പോൾ അവർക്ക് BJP വളരാണ്ടിരിക്കാൻ വേണ്ടി ഇവർ 2 കൂട്ടരും സൈലൻ്റാണ്. ഞാൻ ഈ 2 കൂട്ടരെയും കുറ്റം പറയാണ്. നമുക്ക് വേണ്ടത് ഒരു ജനകീയ മുന്നേറ്റം. കേരളത്തെ രക്ഷിക്കാൻ വേണമെങ്കിൽ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ജനകീയ സമരം നടത്തണം. ഒരു വിമോചന സമരം തന്നെ വേണ്ടി വരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി കണ്ണു തുറക്കൂ. ഇടപെടലുകൾ അനിവാര്യമായി വരികയാണ്. ആ വിഷയത്തിന്റെ ഗൗരവം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്, ബോധ്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥ തുടരുകയാണ്. തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥ തുടരുകയാണ്. നമ്മുടെ വിവിധ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥ തുടരുകയാണ്. തെരുവ് നായ്ക്കളെ ശാസ്ത്രീയമായി ഇവിടെ തീർച്ചയായിട്ടും നടക്കും. വളരെ എളുപ്പമാണ്. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു ഓർഡർ കൊടുക്കുക. അവിടെ ഉള്ള തെരുവ് പട്ടികളെ നിങ്ങൾ ഷെൽട്ടർ ആക്കുന്ന ആ നിയമം നിങ്ങൾ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞാൽ മതി. പ്രശ്നം തീർന്നു. ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായ? ഇപ്പം ഞാൻ പറയുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഒരു മാതൃക സംഭവം ചെയ്തു.
അവിടെ തെരുവ് പട്ടികൾ മനുഷ്യരെ കടിച്ചു കയറി നിരവധി പേരെ കടിച്ചു കയറി പേ പിടിച്ച് മരിക്കുന്ന അവസരം ഉണ്ടായപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് കുറെ തെരുവ് പട്ടികളെ നിയമം തെറ്റിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ നിയമം തെറ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ്, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ട് നമ്മുടെ പോലീസിനെ കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും സൈലന്റ് ആയിരുന്നുകൊണ്ട് അവരെ കേസിൽ പ്രതിയാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കാൻ. എൻ്റെ പേരിൽ ഞാൻ ഈ രംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നിരവധി തെരുവ് നായ്ക്കളെ മനുഷ്യർ കടിച്ചു കയറുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് എൻ്റെ പേരിൽ 20ഓളം കേസെടുത്താണ്. അപ്പോഴൊന്നും ഇവരാരും മിണ്ടുന്നില്ല. ഞാൻ പറയുന്നത് ആൾക്കാരെ ഇങ്ങനെ കേസിൽ കുടുക്കി അവരെ ഇല്ലായ്മ ചെയ്യുക, തെരുവ് പട്ടികൾ വാഴട്ടെ എന്ന് പറയുന്ന ഈ തെരുവ് പട്ടി സ്നേഹികൾക്ക് വേണ്ടി എന്തിനാണ് ഭരണകൂടം ഇങ്ങനെ മാറിപ്പോണത്? എന്ത് ഭരണമെന്ന് എന്ന് പറയണത്? ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പാവപ്പെട്ട കുട്ടികൾക്ക് പറ്റുന്നില്ല. ആട് താറാവ് എന്നീ വളർത്തി നടക്കുന്ന അവര് ജീവിതം മുഴുവൻ പോയി എല്ലാവരും നിരാശയിലാണ്. ഇപ്പൊ സാധാരണക്കാർക്ക് ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? ഇനി നടക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ തോക്കോ അല്ലെങ്കിൽ വലിയ വടിയെങ്കിലും വേണം. ലാത്തിയില്ലാതെ പുറത്തു പോകാൻ പറ്റില്ല. ആരാണ് സെക്യൂരിറ്റി തരുന്നത്? അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നത്തെ ഈ സന്തോഷ വാർത്ത ഡൽഹി മോഡലാക്കുക ഇത്രയും പെട്ടെന്ന് നല്ലൊരു അവസരമാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സാക്ഷി ഉണ്ടെങ്കിൽ മോഡലാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. ആ അവസരത്തിൽ സർക്കാർ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ശ്രീ ജോസ് മാവേലി ചോദിക്കുന്നത്. നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.